പ്രിയമുള്ളവരെ, ഈ ഇരുണ്ട വെളിച്ചത്തിൽ ഇരുന്ന് ശബ്ദ സന്ദേശം നൽകുവാൻ മറ്റൊരു കാരണമുണ്ട്. കഴിഞ്ഞ ദിവസം നമുക്കറിയാം, ഒരു ജനപ്രതിനിധി ജിനേഷ് എന്ന് പറയുന്ന ബഹുമാനപ്പെട്ട ഒരു MLA, അദ്ദേഹം ഫോറസ്റ്റ് ഓഫീസിൽ കയറി വളരെ ശബ്ദമുയർത്തി സാധാരണക്കാരന് വേണ്ടി ശബ്ദിക്കുന്നത് കണ്ടു. ഞാനൊരു രാഷ്ട്രീയക്കാരൻ്റെ പിന്നണിയല്ല, പക്ഷേ എനിക്ക് ഒരു സാധാരണക്കാരൻ എന്ന ലെവലിൽ എനിക്ക് അത് അഭിനന്ദന അർഹമായി തോന്നി. കാരണം കാക്കിയും അശോകസ്തംഭവും അതിലെ നമ്മുടെ രാജ്യത്തെ ബഹുമാനിക്കുന്ന, നിയമത്തെ ബഹുമാനിക്കുന്ന ആളുകൾ ഇവരുടെ മുമ്പിൽ, ഈ അധികാരികളുടെ മുമ്പിൽ പലപ്പോഴും കീഴ്പ്പെടുന്നത് ഇവരെ ഭയന്നിട്ട് മാത്രമല്ല, അത് അധികാരികൾ കൂടി മനസ്സിലാക്കണം. അത് നിയമത്തെ ബഹുമാനിക്കുക, നീതിപീഠത്തോട് സാധാരണക്കാർ ഒരു വളരെയധികം ബഹുമാനമുള്ളതിനാലാണ്. അതിന് ബലിയാടാക്കപ്പെടുന്ന എത്രയോ പേരുണ്ട്. ആ MLA ചോദിച്ച ചോദ്യങ്ങൾക്ക് എന്തുകൊണ്ട് കൃത്യമായി മറുപടി പറയാൻ പോലും സാധിക്കാതെ എട്ടി നിൽക്കുന്ന ഉദ്യോഗസ്ഥരെ നമ്മൾ കണ്ടു. എന്നിട്ട് പിന്നീടൊരു പ്രഹസനം കേൾക്കാം, എൻ്റെ ഉത്തരവാദിത്വം ഞാൻ ചെയ്യും. പ്രിയമുള്ളവരെ, അങ്ങനെയുള്ള ഉത്തരവാദിത്തങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമുക്കറിയാം, ഈ വനപാലകർ അതല്ലെങ്കിൽ പല വകുപ്പുകളിലും അനേകം ആളുകളെ നിഷ്കരണം മർദ്ദിച്ച് കൊല്ലുന്ന സാഹചര്യമുണ്ട്. ഇതുപോലെ ജനപ്രതിനിധികൾ ആരെങ്കിലും ചോദിക്കുവാൻ തയ്യാറാകുമ്പോഴേ ജനാധിപത്യ സംവിധാനത്തിൽ ജനങ്ങൾക്ക് ഒരു വിശ്വാസമുണ്ടാകുകയുള്ളൂ. ജനപ്രതിനിധി എന്ന് പറഞ്ഞാൽ വെറുമൊരു കോമാളിയല്ല എന്ന് ഉദ്യോഗസ്ഥർ മനസ്സിലാക്കണം. അവിടെ ആ ഉദ്യോഗസ്ഥൻ ഏറ്റു നിൽക്കുമ്പോൾ പ്രോട്ടോകോൾ പ്രകാരം, പ്രോട്ടോകോൾ അനുസരിച്ച് ആ MLA ഇരിക്കുന്നത് സാധാരണ ജനങ്ങൾക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് ജനാധിപത്യ ഭരണ സംവിധാനത്തിൽ പാലിക്കപ്പെടേണ്ട നിയമം പാലിച്ചില്ലെങ്കിൽ ചോദ്യം ചെയ്യുന്ന, നിയമപാലകരെ ചോദ്യം ചെയ്യുന്ന ഇത്തരം ജനപ്രതിനിധികളെ സാധാരണക്കാരൻ എന്ന രീതിയിൽ അഭിനന്ദിക്കുക എന്നുള്ളത് എൻ്റെ ഒരു ഉത്തരവാദിത്വം കൂടിയാണ്. ഞാനതിൽ അഭിനന്ദനം രേഖപ്പെടുത്തുന്നു.